ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിധൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് കുക്കറിൽ എങ്ങനെ നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യൂ. നെയ്ച്ചോറ് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 50 ഗ്രാം ഡാൽഡയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. സവാള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, കറുവാപ്പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് ഏകദേശം ഒരു ഹാഫ് വേവായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ബൗൾ അരിക്ക് 2 ബൗൾ വെള്ളം, ആ അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ 1 കിലോ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ അരി അളന്നെടുക്കുന്നത് ആ പാത്രത്തിൽ 2 പാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് RKG നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതൊരു 50 ml RKG നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് കഴുകിയെടുത്തിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഞാൻ ജീരകശാല അരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ 2 വിസിൽ വന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. കട്ട പിടിക്കുകയോ പൊട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നെയ്ച്ചോറ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറാണ്. നിങ്ങളൊരു തവണയൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.